അലവി ഫാൻസ് എല്ലാവരും അലവിനെ മിസ് ചെയ്തിരുന്നു. അലവി അങ്ങനെ സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ അലവിന്റെ who will win today? What's your prediction? Allah, I don't care. I am happy with both. Happy with both. What's your prediction? But I want Messi to win to make them sad, mad. I want them to cry. See. They saw Messi win. Okay, they said referee. അറിയാട്ടോ. Then after referee, they said what? Israeli. Guys. എല്ലാരും No അർജന്റീന. other excuses. خلاص. അതായത് രാഷ്ട്രീയം സ്പോർട്സുമായി ഇടകലർത്തരുതെന്നാണ് നമ്മൾ അറബി കൂട്ടുകാരനായ അലവി നമ്മളോട് വന്ന് പറയുന്നത്. ഇടകലർത്തി അല്ല, സത്യമാണ്. ഇപ്പൊ ഞാനിതിന്റെ രാഷ്ട്രീയപരമായ മേഖലയ്ക്ക് കാണില്ല. പക്ഷെ എന്നാലും ഫൈനൽ മാച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളോട് അടുക്കുമ്പോൾ ഏറ്റവും ഒത്തൊരുമയുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും മൂർച്ചയേറിയിട്ടുള്ള ആക്രമണം തൊടുത്തു വിടുന്ന ടീമായി മാറിയിരിക്കുകയാണ് അർജന്റീന. സത്യമാണ്. അതായത് ഇന്ന് നിങ്ങളെ പേരെന്താ? എന്റെ പേര് സഞ്ജയ് എവിടുന്ന് വരുന്നു? ഞാൻ വേങ്ങര, ഇവിടെ തന്നെയാണ്, മലപ്പുറം വേങ്ങര തന്നെയാണ്. ഇന്ന് ആര് ജയിക്കും? അർജന്റീന ഷുവർ. എത്ര ഗോളിന്? ഒരു 2-1 ജയിക്കും. 2-1 പിന്നല്ല, ഉറപ്പല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് കണ്ടറിയണം എന്ത് സംഭവിക്കുന്നത്. കാരണം സ്പെയിനും സ്ട്രോങ് ടീമാണ്, അർജന്റീനയും സ്ട്രോങ് ടീമാണ്. രണ്ട് ടീമും എനിക്ക് കൂട്ടത്തിൽ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ല ഞാൻ പറയണത്, ഞാൻ ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ 10 വർഷത്തെ ഫുട്ബോൾ പാരമ്പര്യം കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫൈനലുകളും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള മാച്ചുകളും കണ്ടിട്ട് ഫൈനൽ പേടിയൊക്കെ മനസ്സിൽ നിന്ന് എക്സ്പീരിയൻസ്, ഫൈനൽ എന്നുള്ളൊരു സംഭവം പ്രഷറോ കാര്യങ്ങളോ ഒരു തരത്തിലും തൊട്ട് തീണ്ടി പോവാത്ത ടീമാണ് അർജന്റീന. അപ്പം ആ ഒരു ഫുൾ കോൺഫിഡൻസോടെ ഓരോന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ പ്രഷർ ഇല്ലാതെ ഇത്രയും കാലം കളിച്ച ഫൈനലിന്റെ എക്സ്പീരിയൻസോടെ പ്രഷർ ഉണ്ടാവില്ല. പിന്നെ ഓലെ മെയിൻ പോയിന്റ് എന്താ പറയുക, ഓൾക്ക് കഴിഞ്ഞെല്ലാം കിട്ടിയതാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു ടീമായിട്ടാണ് അർജന്റീന എന്ന് ഇറങ്ങുന്നത്. കാരണം എല്ലാം നേടിയ ടീമാണ്. ഇനി ഓൾക്ക് കോപ്പ അമേരിക്ക കിട്ടിയില്ലേ? കോപ്പ കിട്ടി. പിന്നെ ബാക്കിയുള്ള എത്ര കളിയുണ്ട് അർജന്റീനയുടെ ഈ വേൾഡ് കപ്പിൽ? എത്ര കളിയുണ്ട്? ഈ ഒരു കളി മിസ് ചെയ്തു, ഓസ്ട്രേലിയൻ്റെ ഒപ്പമുള്ള കളി 2 സാഹചര്യം. വേൾഡ് കപ്പിൽ 5-6 കളിയുള്ളൂ, അതിൽ 2 കളി മിസ് ചെയ്യേണ്ടി വന്നു. ഫൈനലൊന്നും ഉറങ്ങാതെ കാണണേ, നല്ല ടീമുള്ളതല്ലേ. ഇരിക്കട്ടോ. പ്രഡിക്ഷൻ 3-1 മെസ്സി 2 ഗോള്. അങ്ങനെ ഗോൾഡൻ ബൂട്ട് കൂടി അടിച്ചെടുക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ല, നമുക്ക് നോക്കാം. മെസ്സി ഇപ്പൊ 8. മെസ്സിന്റെ മുന്നിൽ ആരാള്? മെസ്സിന്റെ മുന്നിൽ ഇപ്പൊ എംബാബിയോ? നമ്മള് ബാബിയാക്കുള്ള അതിനെ. അപ്പം സുഹൃത്തുക്കളെ, ഇതാണ് പറയാനുള്ളത്. സോ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്ന് രാത്രി 12:30 മണിക്ക് ശേഷം 12:30 മണിൻ്റെ 2 മണിൻ്റെ ഇടയിൽ സംഭവിക്കണം. സമയത്തിന് മാത്രമേ ഇന്ന് പറയാൻ പറ്റുള്ളൂ, കാലത്തിന് മാത്രമേ ഉത്തരം നൽകാനാവുള്ളൂ ഈ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ ആര് കപ്പടിക്കുമെന്നുള്ളത്. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോഴത്തിന്, ഈ വ്ളോഗ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിരിക്കും, സംഭവം പുറത്തു വന്നിരിക്കും. അപ്പം പ്രോൺസ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമായ ഫുഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ കഴിച്ചു നോക്കി. വെള്ളാമ്പുറം ഡൽഹിയിലാണെന്നാണ് കൊച്ചി ഓഡിയൻസിന് പറഞ്ഞു തരുന്നത്. അപ്പം എന്തായാലും ഇനി ഭക്ഷണങ്ങൾ ഓരോന്നോരോന്ന് വന്നിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഡിഷുകൾ ഓരോന്നോരോന്നായി വരികയാണ്. ഇതെന്താ ബ്രോ? ചെറിയ മാങ്ങ കൊടുക്കി. അപ്പൊ ഞണ്ട് ഉമ്മച്ചിക്ക് തരട്ടെ? ഞണ്ട് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കോ ഉമ്മച്ചിന്റെ അടുത്തേക്ക്. ഇന്ന് കാര്യമായിട്ട് തിന്നാൻ വന്നട്ടോ. സ്റ്റാർട്ടേഴ്സ് പ്രോൺസ്, അലർജി, ഞണ്ട് കറി, പിന്നെ കാളാഞ്ചി ഫ്രൈയും. ആ ബീഫിന് സീ ഫുഡ് ഒന്നും പറ്റൂല. അതുകൊണ്ടല്ലേ എടുക്കണ്ടേ? അത് ഞണ്ടിന്റെയാണ് അസറോ. ഇത് ക്രാബ്. ഇതാ അമ്മച്ചിയെ ബ്രോ, ഇതൊന്ന് പറഞ്ഞു കൊടുക്കും അമ്മച്ചിക്ക്. നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. അങ്ങോട്ട് കൊടുക്കടാ. ബലം കൊണ്ട് ചില്ലറ
ഇത് കർണാടകയിലുള്ള ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. മുളയാടി. ഓ അതെന്താ ബ്രോ? അതെന്താ ബ്രോ? എന്താ പായ്ക്കപ്പല നബീലിന്റെ ഒരു കോമഡിയാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാനായോ? ഇതെന്താ പായ്ക്കപ്പലോ? പായ്ക്കപ്പൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ലേ? കുറച്ചുകൂടി പുക പിടിച്ചോ. ഇതെന്താ ബ്രോ? കാലിന്റെ ഉള്ളില് കറി നിറച്ചു. لحم محمد ما يلحم لحم ما يلحم. He said لحم محمد ما يلحم. അപ്പൊ ലഹം മുഹമ്മദ് എത്തിയിട്ടുണ്ട്, കാളാഞ്ചി എത്തിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഒരു ലോഡ് ഭക്ഷണം ഉണ്ടോ ഈച്ചോ? ഫ്രൈ 0.5 കിട്ടോ ഈച്ചോ? 0.5 അതാ ഒന്ന് കൊടുക്കച്ചോളൂ. ഇപ്പച്ചിൻ്റെ അടുക്ക് ഇപ്പച്ചിക്ക് ഒരു ലഹം മുഹമ്മദ്. ആർക്കും ഒരു കമ്മിയും വരരുത്. അസറോ അവിടുത്തെ അങ്ങോട്ട് കാണില്ല കേട്ടോ അത് വെച്ചപ്പോ. لبنة عربيك لبنة هذه في صوص احمر كل عربي يعني. كل عربيك يعني هذه بون مارو يعني بون مارو في بعد في هذه تركي يمن يا ما يهم تاون. ايوه هذه في لحم في يعني بونلس يعني هذا كله ميكس ميكس يعني هذه صوص في معك ركب بعدين يجي مزبوط يعني طعم لم يزرعت. ايوه زين خلص يعني هذه في خبز معك ركبينها معك كذا يعني مزبوط يعني അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് വേൾഡ് കപ്പ് രാത്രി ആനന്ദകരമാക്കാൻ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പലർക്കും കൊല്ലി കൂടെ ഫുഡൊന്നും ഇറങ്ങൂല. അപ്പൊ അതിന്റെ മുമ്പ് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക. എല്ലാവർക്കും ഇന്റെ ദൗത്യം എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പി ആക്കി ഫുഡ് വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന് വലിയ കൊണ്ട് ഡെലീഷ്യക്കാണ് വന്നത്. എല്ലാവരും എല്ലാ ഭക്ഷണവും ആനന്ദകരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലഹം എന്തോ സംഭവമുണ്ട്. മുഹമ്മദ് അലവി വളരെ സന്തോഷത്തോടെ അത് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അസറുന്റെ അൽഫാം അല്ലേ അത് കൊടുത്തറ. അപ്പൊ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. സുഹൃത്തുക്കളെ, ഹൗസ്ഫുള്ള് എന്ന് കേട്ടിട്ടുള്ളൂ. കണ്ടോളി എന്താണ് ഹൗസ്ഫുൾ എന്നുള്ളത് കണ്ടിട്ട്. നമ്മളെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ ടൈമിലെത്തിക്കണേ. ഇടതുവശത്ത് നോക്കിയാൽ സിദിനുണ്ട്, ഫർസാനുണ്ട്, ചെറിയ മൊങ്ങാക്കുണ്ട്, പിന്നെ അതാ ചെക്കന്മാരെല്ലാവരും A to Z എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിഷയം ഉണ്ടാവാതിരിക്കാൻ ഇപ്പച്ചിയാണ് അവിടെ റഫറിൻ്റെ രൂപത്തിലെ വീട്ടിലെ റഫർ ഇപ്പച്ചിയാണ്. വിഷയങ്ങൾ കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ, അടി ഉണ്ടാവാതിരിക്കാൻ ആളെ വെച്ചിക്കണ്. അർജന്റീന ആരാധകർ അജുവത എല്ലാവരും അടിയിലിരിക്കുകയാണ്. അപ്പൊ എന്താവുന്നുള്ളത് വേണോ എന്താവുന്നുള്ളത് കണ്ടറിയണം. വാമോ വാമോ അർജന്റീന, വാമോ വാമോ. സ്പെയിനൊടുക്കത്തെ ഗ്രൗണ്ട് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകം ഒന്നാകെ വേൾഡ് കപ്പ് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആര് ഇല്ലല്ല എവിടെ എത്തിയോ? അപ്പൊ ഈച്ചു അഫീം നമ്മള് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടീം നമ്മളെ വീടിന്റെ മുന്നിൽ ആക്സിഡന്റ് ആയിട്ട് ഓലയും കൊണ്ട് ആശുപത്രിക്ക് പോയിക്കാണ് ഈച്ചു അഫീം. ശരിക്കും അഫിയാണ് ഇവിടെ ഫസ്റ്റ് ആകുന്നത്. അഫി ആശുപത്രിയിലാണ്, കുഴപ്പമൊന്നുമില്ല, ഓലയും കൊണ്ടുപോയി. അപ്പൊ വേൾഡ് കപ്പ് ആരെ ഫോണാ? മെസ്സി മെസ്സി വാമോ. ലെമിൻ യമാലിന്റെ ഒടുക്കത്തെ ഗ്രൗണ്ട് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലെമിൻ യമാൽ എന്ന് വിചാരിക്കുക എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ടോ? അസറോ, ലെമിൻ യമാൽ എന്ന് വിചാരിക്കുക എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ടോ? ഇതുവരെ കാണാന് സുഹൃത്തുക്കളെ സീനുണ്ടെന്ന്. സീനാവും. ബഹുമാനപ്പെട്ട അർജന്റീനയുടെ നാഷണൽ ആന്തത്തിന് ആകെ എണീച്ചിന്ന് ഒറിജിനൽ അർജന്റീന ഫാൻസ് ആണ് കേട്ടോ. 2 അർജന്റീന
ഇന്ത്യന്റെ ദേശീയ ഗാനത്തിന് പോലും നീച്ചിക്കാത്ത അജോദാണ് അർജന്റീനയുടെ ദേശീയ ഗാനത്തിന് നീച്ചിക്കണത്. രാജ്യദ്രോഹിയാണ് അജോദൊക്കെ കേട്ടോ. ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അർജന്റീനയുടെ ഒരു ദേശീയ ഗാനം. ഇത് ആവേശകരമായ ആദ്യ പകുതി. പിന്നീട് ഏട്ടൻ എന്താ പറയാ, എന്താവും? ശ്വാസം പിടിച്ചേക്കുക. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഏട്ടൻ ജയിക്കും അറിയില്ല. മെസ്സി അടിക്കും. കളി ഇങ്ങോട്ട് ടൈറ്റ് ആണോ എന്നാലും ലൂസ് കളി. ഫസ്റ്റ് ഹാഫ് ഒരു സുഖമില്ലാത്ത കളി. എന്നാലും സ്പെയിൻ അടിക്കുമ്പോ അടിക്കും ഉറപ്പാ. നെയ്യപ്പം തന്നെ ഇരിക്കണേ. ഇതാ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പക്ഷെ നെയ്യപ്പം തന്നെ ഇങ്ങനെ എങ്ങനെ സ്പെയിന് എത്ര 3 ഈ കളിയും വെച്ചിട്ട് 100% സ്പെയിന്. നെയ്യപ്പം തന്നെ ഇരിക്കാട്ടോ. അതാ ഹാഫ് ടൈം വരെ എല്ലാം ഒരു വിലയിരുത്തൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീനക്ക് പൊസിഷന് ഒരു 25% ഉണ്ടാവുള്ളൂ. 25-30%. 70%-ലേറെ സ്പെയിൻ്റെ അടുത്താണ് കീ പാസുകളെല്ലാം. അർജന്റീനന്റെ ടാക്ടിക്സ് കൂട്ടേണ്ടത് 80 മിനിറ്റിന്റെ ശേഷമാണല്ലോ. അതേമാതിരി കൂട്ടിയതാണ് ഞാൻ ആൻസലോട്ടിന്റെ ടാക്ടിക്സ് വിശ്വസിച്ചിരുന്നു ഞാൻ. ഇവിടെ എന്തായി? അപ്പം ആറ് ടാക്ടിക്സ് ഈ വേൾഡ് കപ്പിൽ വിശ്വസിക്കാൻ കഴിയൂല. അപ്പൊ ഇപ്പത്തെ ഒരു അവലോകനം വെച്ചിട്ട് സ്പെയിൻ ഒരു 3 അടിക്കും. 80 മിനിറ്റിന് ശേഷം അർജന്റീന തിരിച്ചു വരുമല്ലേ? ഇന്ന് തിരിച്ചു വരൂല.